മാങ്ങാട്ടുകര കാഞ്ഞാണി ശ്രീ രുദ്രമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണിത്. 2 ദിവസത്തെ ചടങ്ങുകൾ ഞാൻ വളരെ ചെറിയ രീതിയിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ദിവസം രാവിലെ വിശേഷാൽ പൂജ കഴിഞ്ഞ് മുത്തപ്പന് രൂപക്കളം പാട്ട് ആരംഭത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. തറവാട്ട് ക്ഷേത്രങ്ങളിൽ കൊല്ലം തോറും നടത്തുന്ന ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് കുടുംബത്തിലെ ഒട്ടുമിക്ക പേരും ഒത്തുകൂടുന്നത് അല്ലേ. ഇതുപോലെ ഓരോരോ തറവാട്ടിലും വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളായിരിക്കും. ചിലയിടത്ത് പൂരം, ഉത്സവം, കളമെഴുത്തുപാട്ട്, തോറ്റമ്പാട്ട്, അങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഞ്ചവർണ്ണപ്പൊടികൾ ഉപയോഗിച്ച്, അതായത് അരിപ്പൊടി വെച്ച് വെള്ള, മഞ്ഞപ്പൊടി കൊണ്ട് മഞ്ഞ, ഉമിക്കരി കറുപ്പ്, വാകയില ഉണക്കി പൊടിച്ച് പച്ച, മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി ചുവപ്പ് എന്നീ വർണ്ണങ്ങളാണ് പ്രധാനമായിട്ടും ഈ കളമെഴുത്തുപാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളും ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കളമെഴുത്ത് എന്ന് പറയുന്നത് വലിയൊരു കല തന്നെയാണ്. നല്ല കലാകാരന്മാർക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്യാൻവാസായിട്ട് അവർ ഉമിക്കരിയാണ് വിതരണത്. അതിന് മുകളിലായിട്ടാണ് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കണത്. കൂടുതലും കൈകൊണ്ടാണ് വരയ്ക്കണത്. ചുരുക്കം ചില ഡിസൈനുകൾക്ക് മുളയോ അല്ലെങ്കിൽ വാഴനാരോ കൊണ്ട് അവർ ബ്രഷുകളായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന 6 കളങ്ങളാണ് ഇത്തവണത്തെ തോറ്റമ്പാട്ടിൽ ഉണ്ടായിരുന്നത്. വരച്ചു കഴിഞ്ഞാൽ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ ആരംഭിക്കും. ഒരു പ്രത്യേകതരം ഈണത്തിലും താളത്തിലായിരിക്കും ഈ പാട്ടുകൾ പാടുന്നത്. ഓരോ കളം വരയ്ക്കുമ്പോഴും അതിനനുയോജ്യമായ പാട്ടുകൾ ഇവർ പാടും. ഓരോ കളവും തുള്ളാനായിട്ട് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ടാവും. ആ ഒരാളെ പറയുന്ന പേരാണ് കോമരം. കോമരം ഓരോ കളത്തിനു ചുറ്റും പൂജകൾ ചെയ്ത് പരമ്പരാഗത താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു. പാട്ട് മുറുകുന്നതോടെ കോമരം ഉറഞ്ഞു തുള്ളി തൻ്റെ ഭക്തജനങ്ങൾക്ക് കൽപ്പന പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 തത്വങ്ങളടങ്ങിയ ഒരു കലാരൂപമാണിത്. പഞ്ചവർണ്ണങ്ങളെ കൊണ്ട് ദേവരൂപങ്ങൾ എഴുതുന്നത് ഒരു ദേവരൂപത്തിനെ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ്. കളം, പൂജ, പാട്ട് തുടങ്ങിയ ചടങ്ങുകൾ സ്ഥിതി അഥവാ പരിപാലനം എന്ന സങ്കല്പത്തിലാണ്. അവസാനം കളം മായ്ക്കുന്നത് സംഹാരം എന്നൊരു തത്വമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ട് ആ ക്ഷേത്രത്തിൽ ഒരു ദേവനെ പ്രതിഷ്ഠിച്ച് ദേവനായി ഒരു ദിവസത്തെ പൂജകർമാദികൾ ചെയ്താൽ ലഭിക്കുന്ന ഫലമാണ് ഒരു തോറ്റമ്പാട്ട് നടത്തുന്നതിലൂടെ ലഭിക്കുന്നത്. തറയിലെഴുതുന്ന ഈ ഒരു കല മികച്ചൊരു കലാരൂപം തന്നെയാണല്ലേ. ഈ ഒരു കലയിൽ നോക്കുകയാണെങ്കിൽ ഇത് പുരുഷ കലയാണെന്ന് പറയാം. ഇതിൽ സ്ത്രീകൾ ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു തോറ്റമ്പാട്ടിൻ്റെ ടീം പുരുഷന്മാർ മാത്രമാണുള്ളത്, പാട്ട് പാടാനായാലും വരയ്ക്കാനായാലും ഒക്കെ. ഇവിടെ തോറ്റമ്പാട്ടിന് 2 തരം കളങ്ങളാണ് വരയ്ക്കുക: രൂപക്കളവും പത്മക്കളവും. രൂപക്കളം ദേവിയുടെ കളവും വിഷ്ണുമായയുടെ കളവും മുത്തപ്പൻ്റെ കളമാണ്. പത്മക്കളം ആശാൻ്റെയും വീരഭദ്രസ്വാമിയുടെയും കരിങ്കുട്ടിസ്വാമിയുടെയാണ്. പ്രകൃതിയിലെ വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് ദേവരൂപങ്ങൾ നിലത്തെഴുതി പൂജ ചെയ്ത് ചൈതന്യം വരുത്തി സ്തുതിച്ച് പാട്ടുപാടി ദേവരൂപങ്ങളെ മന്ത്രതന്ത്രങ്ങളാൽ ഉണർത്തി അനുഗ്രഹം വാങ്ങുന്ന തോറ്റമ്പാട്ട് എന്നൊരു ആചാരത്തിനെ പറ്റിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്.
ഞാൻ കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നരേഷനായിട്ട് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എഴുതി നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ ഞാൻ തോറ്റംപാട്ടിന് ആദ്യത്തെ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പാട്ടിൻ്റെ കളത്തിൻ്റെയൊക്കെ വീഡിയോസ് ഇതിലുള്ള പലരുമാണ് എനിക്ക് എത്തിച്ചത്. അപ്പോൾ അവരോടെല്ലാം ഞാൻ താങ്ക്സ് പറയാണ്. പിന്നെ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ചടങ്ങുകളൊക്കെയാണ്. അതിൽ വിഷ്ണുമായയുടെ കളത്തിലാണ് പാനച്ചാട്ടമുള്ളത്. അങ്ങനെ ഓരോ കളത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല, കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആശാന്റെ മണ്ഡപം കയ്യേറ്റോ, ആശാന്റെ മണ്ഡപം കയ്യേറ്റോ, ആശാന്റെ മണ്ഡപം കയ്യേറ്റോ.
പോകാം